ഹലോ, അപ്പോൾ നമുക്കൊരു തോരൻ ഉണ്ടാക്കിയാലോ? ക്യാരറ്റും പയറും കൂടിയിട്ട് ഒരു തോരൻ തയ്യാറാക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയിട്ട് നല്ലോണം വാട്ടി കൊടുക്കാം. വെളുത്തുള്ളി അത്രയ്ക്കും ബ്രൗൺ കളർ ആവണ്ട, നേരിയതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സബോള വേണം. ആ സബോള നമുക്ക് ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ സവോള കേട്ടോ. അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞത് ഞാനിതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഇത്തിരിയും കൂടിയും വേപ്പിൻ്റെ ഇല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ കറികൾക്ക് ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് വേപ്പിൻ്റെ ഇല ഇടുന്നത് നല്ലവണ്ണം ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരിമ്പാവുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഓരോ മഞ്ഞൾപ്പൊടിക്കും ഓരോ ഗുണമായിരിക്കുമല്ലേ. ഞങ്ങളുടെ മഞ്ഞൾപ്പൊടി ഞാൻ 1 ടീസ്പൂണിൻ്റെ അടുത്താണ് എടുത്തേക്കണത്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത്, ഞാനിവിടെ 3 പച്ചമുളകായിരുന്നു എടുത്തത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഞങ്ങളുടെ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് മാത്രം മുളക്, ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, പച്ചമുളക് ഇത്തിരി കൂട്ടിയെടുത്താലും മതി. അപ്പോൾ ഇതും നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന്. പിന്നെ നമ്മുടെ തോരനുള്ള ക്യാരറ്റും പയറും ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ കൂടി നല്ലോണം ഇളക്കി ചേർത്തതിന് ശേഷം ഇങ്ങനെ കൈക്കുമ്പിളിൽ ഒരു 4 വട്ടം ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ആവരുത്, കുഴഞ്ഞു പോവും. അപ്പോൾ നമുക്കിങ്ങനെ നല്ല ടേസ്റ്റിൽ കഴിക്കാവുന്നുള്ളൊരു പരുവത്തിൽ നമുക്ക് എടുക്കണമെങ്കിൽ ഇത്രയും വെള്ളം മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇളക്കിയിട്ട് ഒന്ന് പൊത്തി വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കണം. അപ്പോൾ ഞാൻ ഇത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ 2 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്നപ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ട്, ഒരു പാതി വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരമുറി തേങ്ങ ചിരണ്ടിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ തേങ്ങയിട്ട് ഇപ്പം നമുക്ക് പകുതി വേവേ ആയിട്ട് ഈ തേങ്ങയിട്ടൊന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വേവിനും കൂടി ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു തോരനാട്ടോ ഇത്. അപ്പോൾ ഇത്ര ഉള്ള ഗായ്സ്. വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബായ്.